ഇന്നിപ്പോൾ ഈ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സാധാരണ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ ആദ്യം പോകാറുണ്ട്. ഇതൊരു രസകരമായ ഒരു വാർത്തയിലേക്ക് കൂടി ഞാനിപ്പോൾ പ്രേക്ഷകരെ കൂട്ടിയിട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ ഇന്ന് വിജയുടെ ഒരു സിനിമ റിലീസായ ദിവസമാണ്. ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ സിനിമയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്നത്. വിജയുടെ സിനിമ റിലീസാകുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വിജയുടെ സിനിമ വരുന്ന സാധാരണ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ ആഘോഷമാണ്, ആവേശമാണ്. മറ്റൊന്ന്, വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തതിന് തൊട്ട് മുൻപുള്ള സിനിമ, അടുത്ത സിനിമയായിരിക്കും അവസാനത്തെ സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രാധാന്യം കൂടി ഈ സിനിമയ്ക്ക്, ഗോട്ട് എന്ന് പറയുന്ന ആ സിനിമയ്ക്കുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിജയ്ക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഗോട്ട് എന്ന ചിത്രം റിലീസായിരിക്കുകയാണ്. 4 മണിക്ക് ആദ്യ ഷോ ആരംഭിച്ചിട്ടുണ്ട്. ആ ഷോ ഏകദേശം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആവേശോജ്വലമായ വരവേൽപ്പാണ് സിനിമയ്ക്ക് പ്രേക്ഷകർ, ആരാധകർ നൽകിയിരിക്കുന്നത്. സച്ചിൻ പാലക്കാടും നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് രസകരമായ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം മറ്റ് ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. സച്ചിനുണ്ട് നമ്മളോടൊപ്പം പാലക്കാട് നിന്ന്. നോക്കാം എന്താണ് പ്രേക്ഷകർ പറയുന്നതെന്ന് ഗോട്ടിനെ കുറിച്ച്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ദളപതി പടം ആഘോഷമാക്കുകയാണോ ആരാധകർ? തീർച്ചയായും മനോ, രാവിലെ 4 മണിയോടുകൂടിയാണ് തിയേറ്ററുകളിൽ ദളപതിയുടെ ഗോട്ട് സിനിമ റിലീസായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശോജ്വലകമായ സ്വീകരണം തന്നെയാണ് ആരാധകർ വിജയുടെ സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ കാഴ്ചകളാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലാഭിഷേകം, അതുപോലെ തന്നെ വലിയ കട്ടൗട്ടുകൾ, പടക്കം പൊട്ടിച്ചും വാദ്യമേളങ്ങളുടെ ആഘോഷങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഈ പാലക്കാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലടക്കം ഇന്ന് രാവിലെ 4 മണിക്ക് ചോദിക്കൂ. തീർച്ചയായും ഇതാ ഷോ കഴിഞ്ഞ ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് അടിപൊളി അടിപൊളി. വിജയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബോത്ത് പെർഫോമൻസ് ഗുഡ്, വെരി ഗുഡ്. പടം കണ്ടിരുന്നു? എങ്ങനെയുണ്ട്? വിജയ് ഇപ്പോൾ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമുള്ള ആദ്യ സിനിമ കൂടിയാണ്. പൊളിറ്റിക്സ് എന്തെങ്കിലും ഉണ്ടോ സിനിമയിൽ? വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ചും ആളുകൾ പറയുന്നത്. കുഴപ്പമില്ല, കാണാം. ഇപ്പോൾ സിനിമ ഇപ്പോൾ പൊളിറ്റിക്സ് അടക്കം പ്രഖ്യാപിച്ചതിന് കുറിച്ചൊന്നുമില്ല, പക്ഷെ പടം അവൻ്റെ വിജയൻ്റെ പടം വലിയ രീതിയിൽ, നല്ല രീതിയിൽ തന്നെയാണ് പടത്തെക്കുറിച്ച് ഇപ്പോൾ ആളുകളുടെ അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം അടക്കം നടത്തിയതിന് ശേഷമുള്ള ആദ്യ സിനിമ കൂടിയാണ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ഗോട്ട്. ഈ ഫസ്റ്റ്, അതായത് 4 മണി ഷോ കഴിഞ്ഞാണ് ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ വലിയൊരു സ്വീകരണം തന്നെയാണ് നമുക്ക് ഇപ്പോൾ പാലക്കാട് കാണാൻ വേണ്ടി സാധിച്ചത്. മനു, ശരി, ഏതായാലും ഞാൻ അല്പസമയത്തിനകം തന്നെ തിരികെ വരാം സച്ചിനിലേക്ക്. ഏതായാലും വിജയുടെ പടം ഗോട്ടിന് ആരാധകർ ആവേശകരമായ സ്വീകരണം നൽകുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പടത്തെക്കുറിച്ച് പൊതുവേ നമ്മളോട് സംസാരിച്ചവരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെങ്കട് പ്രഭുവിൻ്റെ സിനിമയാണ്. തമിഴകത്ത് അത്യാവശ്യം ക്ലാസ് തെളിയിച്ചൊരു സംവിധായകൻ കൂടിയാണ് വെങ്കട് പ്രഭു എന്ന് പറയുന്നത്. മങ്കാത്തയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. അപ്പോൾ ആ വെങ്കട് പ്രഭു ഒരു സിനിമയുമായി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ പ്രതീക്ഷയുണ്ട്. അത് വിജയോടൊപ്പം കൈകോർത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആ പ്രതീക്ഷകൾ ഇരട്ടിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ സിനിമ, ആ രീതിയിൽ അതിന് പ്രത്യേകതകളുണ്ട്.